ബൾക്ക് മാസ് ഡെൻസിറ്റി ആണ്. സ്ക്രീൻ കാണാലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ടേം മാസ് ഡെൻസിറ്റി ആണ്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. ഇപ്പോൾ ഒരു സോയിൽ സാമ്പിളിൻ്റെ മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സിംപ്ലി മാസ് ഡെൻസിറ്റി എന്ന് പറയുക. നെക്സ്റ്റ് ഒരു ടേം ആണ് ബൾക്ക് ഡെൻസിറ്റി. അത് ഡെസിഗ്നേഷൻ ചെയ്യുന്ന റോ എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ മാസ് പെർ ടോട്ടൽ വോളിയം. ടോട്ടൽ മാസ് പെർ ടോട്ടൽ വോളിയം. എത്രത്തോളം മാസ് ഓഫ് സോയിൽ ഉണ്ടോ ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ വോളിയത്തിനെയാണ് നമ്മൾ മാസ് ബൾക്ക് മാസ് ഡെൻസിറ്റി എന്ന് പറയാം. അതിനെ നമുക്ക് വേറെ പേര് പറയും, വെറ്റ് മാസ് ഡെൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി ഡെൻസിറ്റി എന്നും പറയാറുണ്ട്. ഈ മൂന്ന് പേരിലും നമ്മൾ ബൾക്ക് മാസ് ഡെൻസിറ്റി അറിയപ്പെടാറുണ്ട്. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പം ബൾക്ക് മാസ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു m/v. എഴുതി പോവല്ലേ? ഓക്കെ, എഴുതി പോയിക്കോളൂ. പറയൂ, അതിനനുസരിച്ച് പതുക്കെ ടൈം തരാം. ഓക്കെ, അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ ഡ്രൈ മാസ് ഡെൻസിറ്റി ആണ്. ഡ്രൈ മാസ് ഡെൻസിറ്റി അതിൻ്റെ സിമ്പിൾ റോ ഡി ആണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ്സ് പെർ യൂണിറ്റ് ടോട്ടൽ വോളിയം. നമുക്ക് ഒരു സോയിൽ സാമ്പിളിൽ എത്രമാത്രം സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടോ അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് എന്ത്? ഡ്രൈ മാസ് ഡെൻസിറ്റി. ഓക്കെ, ഡ്രൈ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സോളിഡ്സ്, സോയിലിലെ സോളിഡ് പാർട്ടിക്കിളിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. അതിനെയാണ് ഡ്രൈ മാസ് ഡെൻസിറ്റി റോ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡ്രൈ മാസ് ഡെൻസിറ്റി ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് സാച്ചുറേറ്റഡ് മാസ് ഡെൻസിറ്റി. സാച്ചുറേറ്റഡ് മാസ് ഡെൻസിറ്റി റോ സാറ്റ് എന്ന് പറയും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഹലോ, വെള്ളത്തില് ടോട്ടലി വെള്ളം ഉണ്ടാവുന്നതാണോ? ടോട്ടലി വെള്ളം, അതായത് ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ അതിനകത്ത് വോയിഡ്സ് എല്ലാം എന്താണ്? വാട്ടർ വെച്ച് ഫില്ല് ചെയ്തേക്കുവാണ്. അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം സാച്ചുറേറ്റഡ് മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് മാസ് ഡെൻസിറ്റി ഓഫ് സോയിൽ വെൻ ഇറ്റ് ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതായത് ഒരു സോയിൽ സാമ്പിൾ നമ്മൾ എടുത്തു കഴിയുമ്പം അത് ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. അതിനെയാണ് സാച്ചുറേറ്റഡ് മാസ് ഡെൻസിറ്റി എന്ന് പറയുക. നമ്മൾ എടുക്കുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണെന്ന് പറഞ്ഞാൽ ആ സോയിലിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ വോളിയം. അതിനെയാണ് സാച്ചുറേറ്റഡ് മാസ് ഡെൻസിറ്റി എന്ന് പറയുക. ഓക്കെ, എഴുതിയോ? നെക്സ്റ്റ് വൺ സബ്മേർജ്ഡ് മാസ് ഡെൻസിറ്റി. സബ്മേർജ്ഡ് മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ഡാഷ് ആണ് സിമ്പിൾ, അല്ലെങ്കിൽ റോ സബ് എന്ന് പറയും. സബ്മേർജ്ഡ് മാസ് പെർ യൂണിറ്റ് വോളിയം. സബ്മേർജ് ചെയ്ത് നിൽക്കുന്ന
സോയിലിൻ്റെ മാസ് എത്രയാണോ ആ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. സബ്മേർജ്ഡ് മാസ് ബൈ ടോട്ടൽ വോളിയം, അതിനെയാണ് സബ്മേർജ്ഡ് മാസ് ഡെൻസിറ്റി എന്ന് പറയാം. എഴുതിയോ? ഇക്വേഷൻ മാത്രം എഴുതി പോയാൽ മതി സർ. ആ ഓക്കെ, നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ കൺവീനിയൻറ്റ്, ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എഴുതാന്ന് മാത്രമേ എനിക്കൊരു ഇതുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാടായിരിക്കും. ഒറ്റ തവണ ഇക്വേഷൻ എങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ഉണ്ടാവും, അത്രേ ഉള്ളൂ. എഴുതുന്നവർക്ക് എഴുതാം, എഴുതണ്ടെന്നുള്ളില്ല. എഴുതുന്നവരുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്, റോ എസ്. സോളിഡ്സ് ആണ് എപ്പോഴും നമ്മൾ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക, സ്മോൾ ലെറ്റർ എസ് സഫിക്സ് ആയിട്ട് എഴുതുമ്പോൾ. അപ്പം മാസ് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്, സോയിലിലെ സോളിഡ് പാർട്ടിക്കിളിന്റെ മാസ് ഡെൻസിറ്റി അതെങ്ങനെ കാണാം? മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആയിരിക്കും. ടോട്ടൽ വോളിയം അല്ല, ഇവിടെ മാത്രം മാസ് ഓഫ് സോളിഡ് പാർട്ടിക്കിളിന്റെ മാസ് ഡിവൈഡഡ് ബൈ ആ സോളിഡ് പാർട്ടിക്കിളിന്റെ വോളിയം, അതിനെയാണ് മാസ് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് എന്ന് പറയാം. ഒരു സെക്കൻഡ്, ഞാൻ എന്റെ ഒന്ന് കട്ടായി പോയായിരുന്നേ. അപ്പൊ ഈ സബ്മർജ്ഡ് മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞില്ലേ, അതും അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ സാച്ചുറേറ്റഡ് ആയിട്ട് തന്നെ വ്യത്യാസം, അത് രണ്ടും ഒന്നായിരിക്കില്ലേ? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോയിൽ എടുത്തു, അതിനകത്തെ വോയിഡ് എല്ലാം വാട്ടർ വെച്ച് ഫില്ല് ചെയ്യേണ്ട കണ്ടീഷനാണ് സാച്ചുറേറ്റഡ്. സബ്മർജ്ഡ് എന്താ? വെള്ളത്തിനകത്ത് ഫുള്ളി വെള്ളത്തിനകത്ത് ആ സോയിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് കിടക്കുവാണ്. അതാണ് സബ്മർജ്ഡ് സാച്ചുറേറ്റഡ് കണ്ടിലുള്ള വ്യത്യാസം. അത് അങ്ങനെ വരുമ്പോ വെള്ളം പിന്നെയും കയറാനില്ല, സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞില്ലേ ആദ്യം. സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ ഇനി വെള്ളം അതിനകത്തേക്ക് കയറാനില്ല എന്നാണ് മീനിങ്. സബ്മർജ്ഡ് അങ്ങനെയല്ല, വെള്ളത്തിനകത്ത് വെള്ളം കൂടുതലാണ്. ഓക്കെ, സോയിൽ ഫുൾ വെള്ളത്തിലാണ്. മറ്റേതെന്താണ്? വോയിഡ്സിനകത്ത് ഇനി ഒരു എയർ സ്പേസും ഇല്ല, ആ എയർ സ്പേസും കൂടെ എന്ത് ചെയ്തു? വാട്ടർ വെച്ച് ഫില്ല് ചെയ്തേക്കാണ്. അപ്പം നമുക്ക് ഒരിക്കലും സബ്മർജ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ എടുക്കണ മാസ് ഫുള്ളി എന്താണ്? വോയിഡ്സ് എല്ലാം ഫുള്ളി വാട്ടർ അബ്സോർബ് ചെയ്ത് സാച്ചുറേറ്റഡ് ആണ്. ഇനി കൂടുതൽ വാട്ടർ ആ സോയിലിനകത്തേക്ക് കയറില്ല. ഇനി സോയിലിനകത്തേക്ക് കയറിയാൽ അത് എന്ത് കണ്ടീഷൻ ആവും? സബ്മർജ്ഡ് ആവും, അതായത് വെള്ളത്തിനടിയിൽ പോകും സോയിൽ. ആരോ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദെൻ മാസ് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്, നമ്മൾ എടുക്കുന്ന സോയിലിലെ സോളിഡ് പാർട്ടിക്കിൾ അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ അവിടെ വരുമ്പോൾ ആ സോളിഡ്സിൻ്റെ വോളിയം. ഡെൻസിറ്റി എപ്പോഴും എന്താണ്? മാസ് ബൈ വോളിയം ആണ്. എന്നിട്ട് ആ ടേം എന്താണോ അതിനനുസരിച്ച് മാസ് വോളിയം. ഓക്കെ, ഇനി പറഞ്ഞത് നമ്മൾ ഇത്ര നേരം മാസിന്റെ ടേംസിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പറയണത് വെയിറ്റിന്റെ ടേംസിലാണ്. ഓക്കെ, വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാവിറ്റേഷണലും കൂടെ അതിനകത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസും കൂടെ ആ മാസിൽ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് പറയുക. അപ്പം വെയിറ്റിന്റെ ടേംസിൽ എങ്ങനെയാണ് ഈ ടേമുകളൊക്കെ വരുന്നത്? അതിനെയാണ് നമ്മൾ യൂണിറ്റ് വെയിറ്റ്, അതിനെ നമ്മൾ ഗാമ കൊണ്ട് കാണിക്കും. ഓക്കെ, ഗാമയാണ് യൂണിറ്റ് വെയിറ്റിൽ നമ്മൾ അതിന് പറയുന്ന നൊട്ടേഷൻ. ആദ്യത്തെ ടേമാണ് യൂണിറ്റ് വെയിറ്റ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സോയിലിന്റെ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോയിൽ പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയാ. അതിൽ ആദ്യത്തെ ഒരു ടേമാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, അതിനെ ഗാമ കൊണ്ട് കാണിക്കും. നമ്മൾ നേരത്തെ ബൾക്ക് മാസ് ഡെൻസിറ്റി പറഞ്ഞ പോലെ അതിൽ പകരം ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്, അതിൻ്റെ നൊട്ടേഷൻ ഗാമയാണ്. റോയ്ക്ക് പകരം വെയിറ്റിൻ്റെ ടേംസിലായതുകൊണ്ട് ഗാമയായി. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് സോയിൽ ബൈ ടോട്ടൽ വോളിയം. അതിനെയാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയാം. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് മാറി, നേരത്തെ എന്തായിരുന്നു? കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു. കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ വെയിറ്റ് ആയതുകൊണ്ട്
ഇൻ ടേംസ് ഓഫ് ന്യൂട്ടൺ ആയി. അതുകൊണ്ട് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. അതിന്റെ നൊട്ടേഷൻ ഗാമ ഡി ആണ്. വെയിറ്റിന്റെ ടേംസിൽ വരുമ്പോൾ ഗാമയാണ്. ഗാമ ഡി എന്ന് സഫിക്സ് കാണിക്കും. വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം. മറ്റേത് ഡ്രൈ മാസ് ഡെൻസിറ്റി ആയിരുന്നു, ഇവിടെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. അപ്പം വെയിറ്റ് ആണ് എഴുതുന്നത്. മാസിന് പകരം വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. ഓക്കെ, ഇനി സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ആണ്. വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ. അതിനെയാണ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് സബ്മേർജ്ഡ് ആണ്. ഗാമ ഡാഷ് എന്ന് പറയും. സബ്മേർജ്ഡ് വെയിറ്റ് ബൈ ടോട്ടൽ വോളിയം. ഗാമ ഡാഷ് കാണാൻ നമുക്ക് ഗാമ സാറ്റും ഗാമ ഡബ്ല്യൂയും വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് തന്നാൽ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഗാമ സാറ്റ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് കിട്ടും. ഓക്കെ, എഴുതിയോ? അതൊന്നുകൂടെ പറഞ്ഞു. ഗാമ ഡാഷിന്റെ ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. അതായത് സബ്മേർജ് ചെയ്ത് കിടക്കുന്ന സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പം ആ സോയിലിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് ഗാമ ഡാഷ്. അപ്പം അങ്ങനെ ഒരു സാധനം നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇതും അറിയാമെങ്കിൽ, വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റും അറിയാമെങ്കിൽ സബ്മേർജ്ഡ് കണ്ടീഷനിൽ എങ്ങനെ കാണാം? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽ മാസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? വാട്ടറിന്റെ ഇത് കളഞ്ഞാൽ മതി, യൂണിറ്റ് വെയിറ്റ് കുറച്ചാൽ മതി. അപ്പം നമുക്ക് സബ്മേർജ്ഡ് കണ്ടീഷൻ വരും. സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഫുൾ വെള്ളമാണ്. വെള്ളം എന്താണ് പറയുക, പോസിൽ കൊള്ളാവുന്നേക്കാൾ കൂടുതൽ വാട്ടർ ആയിരിക്കും ആ സോയിലുള്ള. സോയിൽ ഭൂരിഭാഗം എന്താണ്, വെള്ളത്തിലാണെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് സബ്മേർജ്ഡ് കണ്ടീഷൻ പറയാം. അപ്പം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മാസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് കുറച്ചാൽ എത്രത്തോളം സബ്മേർജ്ഡ് സോയിൽ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റ് വൺ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇക്വേഷനിലെ മിസ്റ്റേക്ക് ആണ്. വെയിറ്റ് ഓഫ് സോളിഡ് പെർ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. ഇവിടെ നൊട്ടേഷൻ എഴുതിയപ്പം ഗാമ എസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എസ് ബൈ വി എസ് ആണ്. ഇവിടെ സഫിക്സ് ഇടാൻ ആ കുട്ടി മറന്നുപോയി. ഇക്വേഷൻ എഴുതിയപ്പം എസ് ഇടാൻ മറന്നു എന്നുള്ളൂ. വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്.
ഓക്കെ. വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ക്ലിയർ ആയോ? ഇത്രയും ബേസിക് ആയ ഇക്വേഷൻസ്. ഹലോ. ശരി. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ബേസിക് ഒരു 8, 9 10 15 ഇക്വേഷനോളം പഠിച്ചു. ഈ ഇക്വേഷൻസിൽ തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോണേ. അതാണ് ഇന്നിപ്പോൾ ഒരു PDF ഇട്ടിട്ടുള്ളത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോയിൽ പ്രോപ്പർട്ടീസ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. പറ്റുന്ന പോലെ അത് കാണാതെ പഠിക്കാം. ലാസ്റ്റ് ഒരു ടേബിൾ ഫോമിൽ ആക്കിയിട്ടുണ്ട് ഈ ബേസിക് പ്രോപ്പർട്ടീസിൻ്റെ താഴെ. ആ ഇക്വേഷൻസ് പറ്റുന്ന പോലെ എല്ലാവരും ഡെറിവേഷനായിട്ടും പഠിക്കുക, ഡെറിവേഷനായിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം സമയം പോലെ പതുക്കെ പതുക്കെ പഠിക്കാം. കുറേ ഇക്വേഷൻസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ താനെ യൂസ് ചെയ്യാൻ പഠിക്കും, കാരണം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ഫസ്റ്റ് റിലേഷൻ ആണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബേസിക് പ്രോപ്പർട്ടീസ് സോയിലാണ്. ആദ്യത്തെ റിലേഷൻ ആണ് ബിറ്റ്വീൻ ഇ ആൻഡ് എൻ. ഇ എന്താണ്? ഇ എന്ന് പറഞ്ഞ ടേം എന്താണ്? വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ. എൻ എന്താണ്? പോറോസിറ്റി. അപ്പം ഇത് സിംപ്ലി ഒന്നും ചെറിയ സ്റ്റെപ്സിൽ ഇത് നമുക്ക് ഈ റിലേഷൻ കണ്ടുപിടിക്കാന്ന് പറയാം. നമുക്ക് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. ഓക്കെ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. അപ്പം ഈ എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഞാൻ റിവേഴ്സ് ചെയ്ത് എഴുതി, ഒന്ന് ഇൻവേഴ്സ് എടുത്തു. 1/n = ടോട്ടൽ വോളിയം ബൈ വോളിയം ഓഫ് വോയിഡ് എന്നാക്കി. ഈ ടോട്ടൽ വോളിയത്തിനെ ഞാൻ മാറ്റി എഴുതാണ് എങ്ങനെ? വോളിയം ഓഫ് വോയിഡ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്. അതാണ് എന്ത്? ഒരു സോയിൽ സാമ്പിളിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയണേ. ക്ലിയർ ആയോ എഴുതിയത് അത്രയും? ദെൻ ഈ ഇക്വേഷനെ ഞാൻ റീഅറേഞ്ച് ചെയ്യാണ്. വി ബൈ വി പ്ലസ് VS ബൈ വി. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? വി ബൈ വി എന്ന് പറഞ്ഞാൽ 1 വരും. VS ബൈ വി എന്താണ്? വി എന്താണ്? 1/E ആണ്. വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ് എന്ത്? ഇ എന്ന് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ 1/E എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു E + 1/E. അതിപ്പുറത്ത് എന്താണ്? 1/n ആണ്. therefore n ഈസ് ഈക്വൽ ടു എന്ത് വരും? E/1 + E അല്ലെങ്കിൽ E + 1. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. ഡെറിവേഷൻ ആയിട്ട് എഴുതണമെങ്കിൽ എഴുതി പോയിക്കോളാം. ഈ ഡെറിവേഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പാർട്ട് ബിയിലൊക്കെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ഡെറിവേഷൻ ആയിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പാർട്ട് എയിൽ 3 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഡെറിവേഷൻ എഴുതുവാണോ അതോ ഫൈനൽ റിലേഷൻ മാത്രമാണോ എഴുതുന്നുള്ളൂ? ഹലോ. എങ്ങനെയാണെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. ഡെറിവേഷൻ ആയിട്ട് തന്നെ. പിന്നെ അത് ഓർത്തിരിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ എഴുതിക്കോളൂ. ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ സൈഡിൽ കാണിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. നീ ഇവിടെ ഇട്ട് വരച്ച് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്താ. ഒന്ന് ഞാൻ എഴുതുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ.
എഴുതിയോ? ഇത് കഴിയുമ്പോൾ പറയണേ. എഴുതി. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഈ ഇൻ ടേംസ് ഈ എന്നിനെ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിൻ്റെ അല്ലെങ്കിൽ ഇയെ നമുക്ക് ഇൻ ടേംസ് ഓഫ് എന്നിൽ പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷൻ്റെ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ എടുക്കുകയാണ്. 1/n ഈക്വൽ ടു 1 പ്ലസ് 1/e. ഈ ഒരു പോർഷൻ മാത്രം 1/n എന്നുള്ള ഈ ഒരു പോർഷൻ മാത്രം ഞാൻ എടുക്കുകയാണ്. അതിൽ നിന്ന് 1/n മൈനസ് 1 ഈക്വൽ ടു 1/e ആണെന്ന് നമുക്കറിയാം. അപ്പം 1 മൈനസ് n/n ഈക്വൽ ടു എന്താണ്? 1/e ആണ്. ദെയർഫോർ e ഈസ് ഈക്വൽ ടു എന്താണ്? n ഡിവൈഡഡ് ബൈ 1 മൈനസ് n ആണ്. വോയിഡ് റേഷ്യോ തന്നാൽ അല്ലെങ്കിൽ പോറോസിറ്റി തന്നാൽ വോയിഡ് റേഷ്യോ ഇങ്ങനെ കണ്ടുപിടിക്കാം. വോയിഡ് റേഷ്യോ തന്നാൽ പോറോസിറ്റി കാണാൻ e/1 + e. ഈ രണ്ട് റിലേഷനും ഇതിൽ നിന്നാണ് കിട്ടണത്. ഓക്കെ, ഓക്കെ ഓക്കെ. അടുത്ത റിലേഷൻ ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ NA ആൻഡ് AC. NA, n സഫിക്സ് a ആൻഡ് a സഫിക്സ് c. NA എന്താണ്? AC എന്താണ്? ആ നൊട്ടേഷൻ കുറച്ച് പരിചയമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൊട്ടേഷൻസ് ആയിട്ട് തന്നെ. NA എന്ന് പറഞ്ഞാൽ എന്താണ്? NA എന്താണ്? പെർസെന്റേജ് ഓഫ് എയർ ആണോ? പെർസെന്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ്. NA കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ആണ്. AC എന്താണ്? AC എയർ കണ്ടന്റ്. എയർ കണ്ടന്റ് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ VA/VV ആണ്. അപ്പം ഞാൻ ഇതിൽ NA എന്ന് പറയുന്ന ഇക്വേഷൻ VA/V എന്നുള്ളത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷൻ്റെ മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും വോളിയം ഓഫ് വോയിഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് VA/ ഈ സാധനം VA/ ഈ VV എന്താണ്? AC ആണ് അല്ലേ? ഇൻറ്റു VV/V ആണ്. വോളിയം ഓഫ് വോയിഡ് ബൈ ടോട്ടൽ വോളിയം എന്താണ്? വോളിയം പോറോസിറ്റി. അപ്പം NA ഈസ് ഈക്വൽ ടു AC ഇൻറ്റു N അല്ലെങ്കിൽ N ഇൻറ്റു AC. ഇതാണ് എയർ കണ്ടന്റും പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം കേട്ടോ. ദെൻ ഇനി അടുത്ത റിലേഷൻ, മൂന്നാമത്തെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E, W, G ആൻഡ് S. E എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിഡ് റേഷ്യോ, W വാട്ടർ കണ്ടന്റ്, G
സ്പെസിഫിക് ഗ്രാവിറ്റി, എസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഈ ഇത്രയും സാധനം 4 കാര്യങ്ങളും തമ്മിലുള്ള റിലേഷനാണ് ഇനി പറയാൻ പോണത്. ഓക്കെ, അതിൽ ആദ്യം ഞാൻ എഴുതി വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് കാണാനുള്ള ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു എന്താണ്? MW/MS ആണ്. മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് ആണ് വാട്ടർ കണ്ടന്റ് കാണാനുള്ള ഇക്വേഷൻ. ആ മാസിനെ ഞാൻ എന്ത് ചെയ്യുവാണ്? ഡെൻസിറ്റിയുടെ ടേംസിൽ മാറ്റി എഴുതിയതാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയാണ്. അപ്പം മാസ് ഓഫ് വാട്ടർ, അപ്പം ഇവിടെയൊക്കെ വാട്ടർ വെച്ചു എന്ന് വിചാരിച്ചോ. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് വാട്ടറിനെ മാറ്റി എഴുതാണ്. മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റോ W ഇൻറ്റു VW എന്ന് എഴുതാം. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? റോ W VW എന്ന് എഴുതി. അതേപോലെ തന്നെ മാസ് ഓഫ് സോളിഡ്സിനെ എങ്ങനെ എഴുതി? റോ S ഇൻറ്റു VS. ക്ലിയർ ആയോ ഇത്? സിംപ്ലി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഇപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്തു? ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് മാസിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് അടുത്തത് എഴുതാൻ പോണത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ് ആണ്. അപ്പം വോളിയം ഓഫ് വാട്ടറിനെ ഞാൻ എന്തെഴുതി? എസ് ഇൻറ്റു വോളിയം ഓഫ് വോയിഡ് എന്ന് എഴുതി. അതിന് 2 എന്ന് കൊടുത്തു. ഇനി മൂന്നാമത് സ്പെസിഫിക് ഗ്രാവിറ്റി. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എസ് ബൈ റോ ഡബ്ല്യു ആണ്. ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഇക്വലൻറ്റ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പം അതിനെ ഞാൻ വീണ്ടും റോയിനെ എന്ത് ചെയ്തു? റോ എസ് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഇസ് ഇക്വൽ ടു ജി റോ ഡബ്ല്യു എന്ന് എഴുതി. അതിനെ മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എഴുതി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കണം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? W ഇസ് ഈക്വൽ ടു റോ W VW ബൈ റോ എസ് VS ആണ്. ഇതിൽ എന്ത് ചെയ്യണം? ഈ റോ W എന്താണെന്നുള്ളതും റോ എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, VWന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2ഉം 3ഉം 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ W ഇസ് ഈക്വൽ ടു റോ W എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതി. VW എന്താണ്? എസ് ഇൻറ്റു വോളിയം ഓഫ് വോയിഡ് ആണ്, ഡിവൈഡഡ് ബൈ റോ എസ് എന്താണ്? ജി റോ ഡബ്ല്യു ആണ് ഇൻറ്റു VS. ഈ റോ ഡബ്ല്യുവും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? എസ് ഇൻറ്റു വോളിയം ഓഫ് വോയിഡ് ബൈ ജി ഇൻറ്റു വോളിയം ഓഫ് സോളിഡ്സ് ആണ്. വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് എന്താണ്? വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ ആണ് ഡിവൈഡഡ് ബൈ ജി, വിച്ച് ഇസ് ഈക്വൽ ടു W ഇൻറ്റു ജി ഈക്വൽ ടു എസ് ഇൻറ്റു ഇ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. ഇത് എങ്ങനെ വേണമല്ലോ എഴുതട്ടോ. W ഇൻറ്റു ജി എന്ന് പറയും, ചിലർ GW എന്ന് പറയും, ഇൻറ്റു SC എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും തിരിച്ചെഴുതാതെ.
ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സോയിൽ സാമ്പിൾ നമുക്ക് തന്നു, അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? നമുക്കൊരു സോയിൽ സാമ്പിൾ തന്നിട്ടുണ്ട്, ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഫുള്ളി വോയിഡ് റേഷ്യോ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. ഈ ഒരു റിലേഷൻ W/G=S/E അങ്ങനത്തെ പറയാണ്, ഒരു സോയിൽ സാമ്പിൾ തന്നിട്ടുണ്ട്, ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താം. എന്താ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷന്റെ വാല്യൂ എത്രയാണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണ്? 100% ആണ്. അതായത് എസിന്റെ വാല്യൂ എത്ര വരും? 1 ആയിരിക്കും. അപ്പൊ വോയിഡ് റേഷ്യോ എന്ത് വരും? W/G എന്ന് വരും. അതാണ് താഴെ ഒരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഫോർ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ S=1. ബ്രാക്കറ്റിൽ വേണേ എഴുതിക്കോളാം 100%. അതാണ് S=1 എന്ന് പറയുന്നത്. Therefore വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? W/G എന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, എഴുതിയോ? ഓക്കെ. ഇനി അടുത്തത് നാലാമത്തെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റോ ഇ ഡബ്ല്യു ജി എസ് റോ ഡബ്ല്യു. ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി, വോയിഡ് റേഷ്യോ, വാട്ടർ കണ്ടന്റ്, ജി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അതില് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ് പ്ലസ് മാസ് ഓഫ് വാട്ടർ. മാസ് ഓഫ് എയർ എന്താണ്? 0 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്. ഇനി ഇതിൽ നിന്ന് മുകളിലത്തെ ഇതിൽ നിന്ന് MS ഞാൻ വെളിയിലെടുക്കുന്നു, താഴേന്ന് ഞാൻ VS വെളിയിലെടുക്കുന്നു. അപ്പം ബ്രാക്കറ്റിൽ 1 പ്ലസ് MW ബൈ MS എന്ന് വരും. ഇവിടെ 1 പ്ലസ് VV ബൈ VS എന്ന് വരും. ഓക്കെ, മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് എന്താണ്? MS ബൈ VSനെ അങ്ങനെ തന്നെ ഇടുന്നു. ബാക്കി 1 പ്ലസ് മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണ്. ദെൻ വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ ആണ്. ഇനി മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ മാസിന്റെ ടേംസിലായതുകൊണ്ട് നമുക്ക് അതിനെ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് എന്ന് എഴുതാം. ഇൻറ്റു 1 പ്ലസ് W ബൈ 1 പ്ലസ് ഇ. ഇവിടെ റോയാണ്. ഇനി ഇതിനകത്ത് ഇപ്പം റോ വന്നു, ഇ വന്നു, W വന്നു. ഇനി എന്തൊക്കെ വരണം? എസും വരാനുണ്ട്, ജിയും വരാനുണ്ട്. അപ്പം അതും കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ എഴുതാണ്. നമുക്ക് ജി എന്ന് പറഞ്ഞാൽ അറിയാം റോ എസ് ബൈ റോ W ആണ്. അപ്പം ഈ റോ എസിനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്.
റോ എസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജി റോ ഡബ്ല്യു ആണ്. അതവിടെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണു? ജി റോ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. ഇനി ഈ ജിയെ ഞാൻ അകത്തേക്ക് കയറ്റാണ്, which is equal to rho w into g plus w into g by 1 plus e. w into g എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എസ് സി ഇൻറ്റു ഇക്ക് തുല്യമാണ്. അപ്പം റോ w into g പ്ലസ് എസ് ഇ ബൈ 1 പ്ലസ് ഇ. Rho is equal to rho w into g plus sc by 1 plus c. Clear ആയോ? സംശയമുണ്ടോ? ഇതിപ്പോ ഡബ്ല്യു ഇല്ലല്ലോ സർ. ഡബ്ല്യൂയുടെ ടേംസിൽ വേണമെങ്കിൽ തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ ഡബ്ല്യു ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? എസ് സി ആയിട്ട് റീപ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഡബ്ല്യു ഇൻറ്റു ജിക്ക് പകരം എന്ത് ചെയ്താൽ മതി? എസ് സി യൂസ് ചെയ്യാം. എസ് സിക്ക് പകരം എന്ത് ചെയ്യാം? ഡബ്ല്യു ഇൻറ്റു ജി. ഈ ഒരു ടേം വെച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഇവിടെ എല്ലാ ഇക്വേഷൻ സെയിം ആ, പക്ഷേ ഈ എസ് സിക്ക് മാറ്റി ഇവിടെ ഡബ്ല്യു ജി ആക്കിയാൽ ഡബ്ല്യുവിൻ്റെ ടേംസുമായിട്ട് റിലേഷനായി. ഡബ്ല്യു ജി മാറ്റി എസിൻ്റെ ടേംസിൽ റിലേഷൻ വേണമെങ്കിൽ എസിൻ്റെ ഇയുടെ ടേംസിൽ വേണമെങ്കിൽ അവിടെ ഡബ്ല്യു ജിക്ക് പകരം എന്താണ്? എസ് സി. കാരണം അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഓക്കെ. ഓക്കെ, എഴുതിയോ? ഇതിൽ ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് വാട്ടർ കണ്ടന്റ് ആണ് ഈ ഇക്വേഷനിൽ നിന്ന് ബാക്കിയെല്ലാം നന്നിട്ട് വാട്ടർ കണ്ടന്റ് കാണുമെന്ന് പറഞ്ഞാൽ ഈ എസ് സിനെ മാറ്റി എന്ത് ചെയ്യുക? ഡബ്ല്യു ഇൻറ്റു ജിയുടെ ടേംസിലേക്ക് ആക്കി എഴുതുക. അപ്പോൾ അതിൽ ഏതാണോ ഓർത്തിരിക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻ ഓർത്തിരിക്കുക. എസ് ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു ജി ആണെന്ന് എപ്പോഴും മൈൻഡിലിട്ടേക്കാം. ഇതിങ്ങനെ ഒരു ഇത്തിരി റിലേഷൻ ആയതുകൊണ്ടേ മനസ്സിലാക്കണമെങ്കിൽ എഴുതി പഠിച്ചാലേ ഇനിയിപ്പോ പറ്റും. അത് എഴുതി പഠിക്കാതെ രക്ഷയില്ല കേട്ടോ. ഈ റിലേഷൻസിൽ എല്ലാം ഒന്നും ചോദിക്കും. ഞാൻ ലാസ്റ്റ് പറയാം, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് ഞാൻ പറയാം. പെട്ടെന്ന് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് പറയാം. ചില ഇക്വേഷൻസ് എപ്പോഴും ഇത് വളരെ റെയർ ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ചോദിച്ച് കണ്ടിരിക്കണേ. പക്ഷേ ഈ ഇക്വേഷൻസ് നിർബന്ധമായി പഠിക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് എല്ലാം ആവശ്യമാണ്. ഓക്കെ, റിലേഷൻഷിപ്സും ആവശ്യമാണ്, ബേസിക് പ്രോപ്പർട്ടീസും ആവശ്യമാണ്. അടുത്ത് പറഞ്ഞോട്ടെ, അതിൻ്റെ താഴെ ഇനി ഇതിൻ്റെ കുറച്ച് നോട്ട്സ് ഉണ്ട്. അതായത് ഇതിൽ നമുക്ക് 3-4 കണ്ടീഷൻസ് പറയാം. പറഞ്ഞോട്ടെ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇനി അടുത്തത് ഇതിന് 3 കണ്ടീഷൻസ് ആണ്. ആദ്യത്തെ കണ്ടീഷൻ പറയണ ഈ ഇക്വേഷനിൽ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ, ഓക്കെ, സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പം കിട്ടുന്ന ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ആയി. വ്യത്യാസം മനസ്സിലാക്കണം. സിംപ്ലി ഡെൻസിറ്റിയുടെ ടേംസിലാണ് നമ്മൾ ആദ്യം ഇക്വേഷൻ പ്രൂവ് ചെയ്തത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ഓരോ കണ്ടീഷൻസ് മാറ്റി പറയാം. അപ്പം സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്താണ് മീൻ ചെയ്യേണ്ടത്? എസ് ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ 100% ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്തായി? എസിൻ്റെ വാല്യൂ 1 ആവും.
അപ്പം ഇവിടെ വരുന്ന ഡെൻസിറ്റി എന്താണ്? സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ആവും. ക്ലിയർ ആയോ? അപ്പം എസിന്റെ വാല്യൂ 1 ആയി, റോ എന്തായി? സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ആയി. ഈ റിലേഷൻ തന്നെ ഇനി സാച്ചുറേറ്റഡും ഡ്രൈയിലും സബ്മേർജ്ഡിലും. ഓക്കെ ആണോ? 100% എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 എന്ന് എഴുതാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അടുത്തത് പറയുന്ന കണ്ടീഷൻ ഡ്രൈ സ്റ്റേറ്റ് ആണ്. ഡ്രൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേഷൻ ഇല്ല, അതായത് എസിന്റെ വാല്യൂ 0 ആണ്. എസ് 0 ആകുമ്പോൾ ഈ സാധനം, അതായത് എസ് ഇൻറ്റു ഈ ടേം എന്താവും? 0 ആയി പോകും. ബാക്കി എന്തേ ഉള്ളൂ? റോ ഡബ്ല്യു ഇൻറ്റു ജി, അല്ലെങ്കിൽ ജി റോ ഡബ്ല്യു ബൈ 1 + ഇ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുന്ന ഡെൻസിറ്റി എന്തായി? ഡ്രൈ ഡെൻസിറ്റി ആയി, റോ ഡി. ഇതിനെ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയും. ജി റോ ഡബ്ല്യു ബൈ 1 + ഇ. ഓക്കെ, എഴുതിയോ? ഓക്കെ. മൂന്നാമത്തെ നോട്ടായിട്ട് സബ്മേർജ്ഡ് കണ്ടീഷൻ. സബ്മേർജ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? ഗാമ എഴുതിയ പോലെ തന്നെ. ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ്. അതേപോലെ തന്നെ നമുക്ക് റോയുടെ ടേംസിൽ നമുക്ക് പറയാം എന്താണ്? ഗാമ സാറ്റ് റോ ഡാഷ് ഈസ് ഈക്വൽ ടു റോ സാറ്റ് മൈനസ് റോ ഡബ്ല്യു. റോ സാറ്റ് നമ്മൾ തൊട്ട് മുകളിൽ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. റോ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ബൈ 1 + ഇ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ എഴുതിയേക്കണേൽ ചെറിയ ബ്രാക്കറ്റ് നോക്കിയിടണേ. ഇതുപോലെ എഴുതണേ. റോ ഡബ്ല്യു മുകളിൽ വരണം, ജി പ്ലസ് ഇ എന്നുള്ളത് ാണ് റോ ഡബ്ല്യു വരുന്നത് കേട്ടോ, ബൈ 1 + ഇ. അല്ലാതെ ഇങ്ങനെയല്ല കേട്ടോ, കാരണം ഇവിടെ ഇങ്ങനെയല്ലേ. ഓക്കെ, ആ ബ്രാക്കറ്റ് ഇട്ടതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടേ, അത് തിരുത്തി എഴുതണേ. തൊട്ട് മുകളിൽ നിങ്ങൾ റോ സാറ്റ് എഴുതിയതുപോലെ എഴുതണേ. മൈനസ് റോ ഡബ്ല്യു ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്തു? ഈ റോ ഡബ്ല്യു കോമൺ ആയിട്ട് വെളിയിലെടുത്തു. അപ്പോൾ ബാക്കി ഇത് എന്ത് ചെയ്തു? ജി പ്ലസ് ഇ ബൈ 1 + ഇ എന്ന് വന്നു. ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബാക്കി എന്ത് വരും? എഴുതി കാണിക്കണോ? ഓക്കെ, റോ സാറ്റ് എന്ന് പറഞ്ഞാൽ റോ സാറ്റ് മൈനസ് റോ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിങ്ങനെ എഴുതണേ. റോ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ഹോൾ ഡിവൈഡഡ് ബൈ 1 + ഇ മൈനസ് റോ ഡബ്ല്യു ആണ്. റോ ഡബ്ല്യു ഞാൻ വെളിയിലെടുത്തു. ബാക്കി എന്ത് വരും? ജി പ്ലസ് ഇ ബൈ 1 + ഇ മൈനസ് 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം റോ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ, ഇത് മുകളിലേക്ക് വരുമ്പം -1 മൈനസ് ഇ ഹോൾ ഡിവൈഡഡ് ബൈ 1 + ഇ. ഇയും ഇയും ക്യാൻസൽ ആയി പോവും. ബാക്കി എന്ത് വരും? റോ ഡബ്ല്യു ഇൻറ്റു ജി മൈനസ് 1 ബൈ 1 + ഇ. അതാണ് എന്ത്? സബ്മേർജ്ഡ് ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് ജിയും ഇയിലും. ഈ റോ എഴുതുമ്പോൾ അത് ബ്രാക്കറ്റ് വ്യത്യാസമുണ്ട്. റോ ഡബ്ല്യു ഇൻറ്റു ജി മൈനസ് 1 ബൈ ജി പ്ലസ് ഇ, ഇതിങ്ങനെയാണ്. ഈ റോ ഡബ്ല്യു കോമൺ ആയിട്ടാണ് വെളിയിലെടുത്തേക്കണം. അതായത് ഇവിടെ ഒരു ബ്രാക്കറ്റ് വരും. ഓക്കെ, എഴുതിയോ?
എഴുതിയോ? എഴുതി മിസ്സേ. ഓക്കെ, എഴുതിയെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ റിലേഷൻ, റോയും റോ ഡിയും, ഡെൻസിറ്റിയും ഡ്രൈ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അതിൽ നമ്മൾ റോയ്ക്ക് ഒരു റിലേഷൻ ഓൾറെഡി കണ്ടുപഠിച്ചായിരുന്നു. ഇത് ജി പ്ലസ് എസ് സി തൊട്ട് മുകളിൽ എഴുതിയില്ലേ, ജി പ്ലസ് എസ് സി റോ ഈസ് ഈക്വൽ ടു ജി പ്ലസ് എസ് സി ബൈ 1 പ്ലസ് സി എന്ത് ചെയ്തു, റോ ഡബ്ല്യു. അതിൽ ഈ എസ് സിനെ ഞാൻ മാറ്റി എന്ത് ചെയ്യാണ്, ജി ഡബ്ല്യു എന്ന് കൊടുക്കുകയാണ്. അപ്പം ജി പ്ലസ് ജി ഡബ്ല്യു ബൈ 1 പ്ലസ് സി ഇൻറ്റു റോ ഡബ്ല്യു ആണ്. ജി കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുന്നു. 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് സി ഇൻറ്റു ജി റോ ഡബ്ല്യു ആണ്. അതിൽ ഈ ഇ എ നമുക്കറിയാം, ഡബ്ല്യു ഇൻറ്റു ജി ഈക്വൽ ടു എസ് സി ആണ്. അപ്പം ഇ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ്. അതിനെ ഞാനിവിടെ ഇയിൽ റീപ്ലേസ് ചെയ്യാണ്. അപ്പം റോ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് എന്ത് ചെയ്തു, ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ് ഇൻറ്റു ജി റോ ഡബ്ല്യു. അതിന് 1 എന്ന് കൊടുത്തു. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി റോ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ആണ്. ഈ ഇയെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്, ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ്. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. 1 ഉം 2ഉം കൂടെ ഞാൻ കമ്പയർ ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ഇത്. അത് കമ്പയർ ചെയ്യുമ്പം ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ്, ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എസ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റോ ഡി എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, റോ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു റോ ഡി എന്ന് കിട്ടും. ഈ 1ഉം 2ഉം കൂടെ ഈ ഇക്വേഷനും കമ്പയർ ചെയ്യണം. അപ്പം ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു, ഈ ഒരു ടേം ഇതെന്താണ്, റോ ഡി ആണ്. അപ്പം അതിനെ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു റോ ഡി എന്ന് എഴുതി. ദെയർഫോർ നമുക്ക് എഴുതാം റോ ഡി ഈസ് ഈക്വൽ ടു റോ ബൈ 1 പ്ലസ് ഡബ്ല്യു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനിയുണ്ട് 2-3 ഉണ്ട് കേട്ടോ. ഇനി 6ാമത്തെ, റോ ഡി ആൻഡ് എൻ എ. എൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്, ഡ്രൈ ഡെൻസിറ്റി പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അതിന് ഞാൻ ചെയ്യണ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു സോയിൽ എടുത്താൽ അതിൻ്റെ വോളിയം വി എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. അപ്പം ഇതിനെ ഞാൻ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്, വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. എന്നിട്ട് ഈ ഇക്വേഷനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാൻ എന്ത് ചെയ്ത് ഡിവൈഡിങ് ബൈ വി ചെയ്യുകയാണ്. അപ്പം വി ബൈ വി ഈക്വൽ ടു വി എസ് ബൈ വി പ്ലസ് വി ഡബ്ല്യു ബൈ വി പ്ലസ് വി എ ബൈ വി. ഇതിൽ വി വി ബൈ വി എന്ന് പറഞ്ഞാൽ 1 ആണ്, വി എസ് ബൈ വി അങ്ങനെ തന്നെ ഇട്ടു, വി ഡബ്ല്യു ബൈ വിയും അങ്ങനെ തന്നെ, പ്ലസ് വി എ ബൈ വി എന്താണ്, വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ്.
ദെൻ ഈ എന്നിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവരുവാണ്. 1 മൈനസ് എൻ എ ഈസ് ഈക്വൽ ടു വി എസ് ബൈ വി പ്ലസ് വി ഡബ്ല്യു ബൈ വി. ഇനി ഈ വി എസിനെ ഞാൻ മാറ്റി എഴുതാണ്. വി എസിനെ മാറ്റി എഴുതാൻ ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പോൾ വി എസിനെ എങ്ങനെ എഴുതാം? എം എസ് ബൈ റോ എസ് എന്ന് കൊടുക്കാം. ഇനി അതൊരെണ്ണം. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എസ് ബൈ റോ ഡബ്ല്യു ആണ്. അപ്പോൾ റോ എസിനെ എങ്ങനെ എഴുതാം? ജി റോ ഡബ്ല്യു എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ വി എസിനെ എങ്ങനെ എഴുതാം? വി എസ് ഇസ് ഈക്വൽ ടു എം എസ് ബൈ ജി റോ ഡബ്ല്യു. ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം എന്ത് വരും? വി എസിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. എം എസ് ബൈ ജി റോ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം പ്ലസ് അതേപോലെ തന്നെ വാട്ടറിനെ, വോളിയം ഓഫ് വാട്ടറിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ബൈ ടോട്ടൽ വോളിയം. ഇതുവരെ ക്ലിയർ ആയോ? ഇനി എം എസ് ബൈ വി എന്താണ്? ഈ ടേം ഇല്ലേ, ഈ ഒരു ടേം ആക്ച്വലി എങ്ങനെ വരും? ഈ സീറോ ഡബ്ല്യു താഴെ വരും, ഡിനോമിനേറ്ററിലല്ലേ വരണേ. വി എന്ന് പറഞ്ഞാൽ 1 ബൈ വി ആണ്. അപ്പം എം എസ് ബൈ വി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ഡെൻസിറ്റി ആണ്. ബൈ ജി റോ ഡബ്ല്യു പ്ലസ് ഇതും മാസ് ഓഫ് വാട്ടർ എന്തോ മിസ്റ്റേക്ക് പറ്റിയോ? ഒരു സെക്കൻഡ് കേട്ടോ. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ഇവിടെ എന്ത് ചെയ്തു? മാസ് ഓഫ് വാട്ടർ, വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ കണ്ടന്റ് എന്തായിരുന്നു? മാസ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വോളിയം. മാസ് ഓഫ് വാട്ടർ ബൈ വോളിയം ആണോ? എന്തായിരുന്നു? മാസ് ഓഫ് സോളിഡ്സ്. മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? ഡബ്ല്യു ഇൻറ്റു എം എസ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ റീപ്ലേസ് ചെയ്യണം. അപ്പം എം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു എം എസ് ബൈ റോ ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ വി. അതിൽ എം എസ് ബൈ വി എന്താണ്? റോ ഡി ആണ്. അപ്പം ഇവിടെ എന്ത് ചെയ്തു? റോ ഡി ബൈ ജി റോ ഡബ്ല്യു പ്ലസ് എം എസ് ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഡി ഇൻറ്റു ഡബ്ല്യു ബൈ ടേമിന് എന്തോ ഒരു
മിസ്റ്റേക്ക് അത് എഴുതിയിട്ടുണ്ടല്ലോ, ഒരു സെക്കൻഡ് കേട്ടോ. ഇവിടെ റോ ഡബ്ല്യു ആണ്. ഓക്കെ, ഈ ടേം ഇവിടെ വി അല്ല, അതാണ് മിസ്റ്റേക്ക്. റോ ഡബ്ല്യു, ഡബ്ല്യു ഇൻറ്റു റോ ഡി. എം എസ് ബൈ വി എന്ന് പറഞ്ഞാൽ റോ ഡി ആണ്. ബാക്കി ഇവിടെ വരുന്ന ടേം എന്താണ്? ഡബ്ല്യു, റോ ഡബ്ല്യു. ഇതിൽ റോ ഡബ്ല്യു ആണ്. ഇവിടെ ഈ കുട്ടി എഴുതുന്നതിൽ മിസ്റ്റേക്ക് ആകുക, ഇത് വി അല്ല, അതാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. റോ ഡബ്ല്യു വി വരില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കുട്ടി എടുത്തെഴുതിയപ്പോൾ മാറിപ്പോയതാ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞേ ഇവിടെ വരെ? ഇനി എന്ത് ചെയ്തു? ഈ രണ്ട് ഇക്വേഷനിലും വാട്ടറിന്റെ ഭാഗം ഒന്നുകൂടെ പറഞ്ഞു. ഇതല്ലേ വാട്ടർ കണ്ടന്റ് എന്താണ്? മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ് ആണ്. അപ്പൊ ഈ എം ഡബ്ല്യുവിനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കണ്ടന്റിൽ. അപ്പം എം ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ടർ കണ്ടന്റ് ഇൻറ്റു മാസ് ഓഫ് സോളിഡ്സ്. അതിവിടെ എഴുതി. ഓക്കെ, ഈ എം ഡബ്ല്യുവിനെ എന്ത് ചെയ്തു? ഡബ്ല്യു ഇൻറ്റു എം എസ്. അത് ഈ സ്റ്റെപ്പ് അവിടെ എഴുതിയിട്ടില്ല, അതാണ് മിസ്റ്റേക്ക്. വാട്ടർ കണ്ടന്റ് ഇൻറ്റു എം എസ് ബൈ ആ റോ ഡബ്ല്യു അതുപോലെ തന്നെ എഴുതി, ദെൻ വി. ഓക്കെ, അതിൽ എം എസ് ബൈ വി അത് ഡിനോമിനേറ്ററിലാണല്ലോ ബൈ, അതെന്താണ്? റോ ഡി ആണ് ഇൻറ്റു വാട്ടർ കണ്ടന്റ് ഡിവൈഡഡ് ബൈ ബാക്കി വരുന്നത് എന്താണ്? റോ ഡബ്ല്യു ആണ്. അത് തെളിയണില്ലേ, ചുമപ്പായതുകൊണ്ടേ കാണാം. അതെ, ഓക്കെ, ഞാൻ കളർ മാറ്റാം, ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവോ? പച്ചയെല്ലാം എടുത്താലും ഇപ്പുറത്തേക്ക് വരുമ്പോൾ തെളിയോ? കറുപ്പിൽ വരുമ്പോൾ. ഓക്കെ, ഇപ്പോഴാ? PDF സൂമിങ് കുറച്ചപ്പോൾ കുറച്ചുകൂടെ ആയില്ലേ? PDF-ന്റെ മുകളിലേക്ക് പോകുമ്പോഴല്ലേ പ്രശ്നം. ഇത് മനസ്സിലായോ? മാസ് ഓഫ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എം ഡബ്ല്യു ബൈ എം എസ് ആണ്. അപ്പം ഞാൻ ഈ ഇക്വേഷനിൽ ഈ എം ഡബ്ല്യു ഇല്ലേ, അതിനെ റീപ്ലേസ് ചെയ്യാണ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കണ്ടന്റിൽ. അപ്പം എങ്ങനെ എഴുതാം? മാസ് ഓഫ് വാട്ടർ ഈക്വൽ ടു വാട്ടർ കണ്ടന്റ് ഇൻറ്റു മാസ് ഓഫ് സോളിഡ്സ് എന്ന് എഴുതി, ബൈ റോ ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? വി ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ വി വന്നു. ദെൻ മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഡബ്ല്യു ഇൻറ്റു എം എസ് ബൈ റോ ഡബ്ല്യു ഇൻറ്റു വി എന്നാണ് തന്നെ. ഓക്കെ, അപ്പം എം എസ് ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഡി ആണ് ഇൻറ്റു വാട്ടർ കണ്ടന്റ്. ബാക്കി ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? റോ ഡബ്ല്യു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1 മൈനസ് എൻ എ ഈക്വൽ ടു റോ ഡി ബൈ റോ ഡബ്ല്യു വെളിയിലെടുക്കണം. രണ്ടും സ്ഥലത്തും കോമൺ ഉണ്ട്. അപ്പോൾ ബാക്കി എന്ത് വരും? 1 ബൈ ജി പ്ലസ് ഡബ്ല്യു എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണേ? ഇനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ റോ ഡി ബൈ റോ ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു പ്ലസ് 1 ബൈ ജി. ഇതിൽ റോ ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ റീഅറേഞ്ച് ചെയ്തെഴുതാം? റോ ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് എൻ എ ഇൻറ്റു ജി ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി എന്ന് വരും. ഈ റോഡിനെ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യാം? 1 മൈനസ് എൻ എ ഇൻറ്റു റോ ഡബ്ല്യു എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു റോ ഡി ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ബൈ ജി എന്ന് വന്നു. അപ്പം റോ ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1 മൈനസ് എൻ എ, ഈ ജി മുകളിലേക്ക് വരും, ജി റോ ഡബ്ല്യു എന്ന് വന്നു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി.
PDF കാണിച്ചു തരാം. PDF ആ ഒരു കുട്ടി ചെറിയ മിസ്റ്റേക്ക് വന്നു, ബാക്കിയൊക്കെ കറക്റ്റാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കി തന്നെ എഴുതിക്കോ. മനസ്സിലായോ? ഈ ഡെറിവേഷൻസ് പറ്റണ പോലെ പഠിക്കുക. ഇനിയുണ്ട് കേട്ടോ, തീർന്നില്ല. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? റോഡിയുടെ ഡിനോമിനേറ്റർ ആൻസറിന്റെ ഡിനോമിനേറ്റർ 1+WG വന്ന് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 1 - NA അല്ലേ, അപ്പൊ ഇൻറ്റു റോ ഡബ്ല്യു ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഈ റോ ഡബ്ല്യൂനെ. ഓക്കെ, അപ്പൊ എന്ത് വന്നു? റോ ഡി ഇൻറ്റു 1+, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 1+ ഈ ജി LCM ആയിട്ട് എഴുതി, W × G. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ റോഡിനെ ഇവിടെ നിർത്തി. ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? 1 - NA ഇൻറ്റു ഈ റോ ഡബ്ല്യു ഇൻറ്റു ഈ ജി എന്ത് ചെയ്തു? മുകളിലേക്ക് വന്നു. മനസ്സിലായോ? ഈ ഡിവൈഡഡ് ബൈ ബാക്കി എന്താ ഉള്ളത്? 1+W × G. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തുള്ളൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, മുകളിലേക്ക് കാണിക്കണോ? മീൻസ് എഴുതിയേക്കണേ. ഓക്കെ ആയോ? ആ PDF കറക്റ്റ് ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. PDF വന്നപ്പം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വാട്ടർ കണ്ടന്റ് വന്നത് എങ്ങനെയാന്ന് എഴുതിയില്ല. അതാണ് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, വാട്ടർ കണ്ടന്റിന് പകരം ഇവിടെ എഴുതിയേക്കണേലാണ് ചെറിയ മിസ്റ്റേക്ക്. അത് ഇതാണ്, റോ ഡി ഇതാണ് W × MS / റോ ഡബ്ല്യു. ആ ഒരു സ്റ്റെപ്പ് എഴുതിയില്ല, അതാണ് പെട്ടെന്ന് ആള് പറഞ്ഞു കൊടുത്തു. നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഈ ഒരു സ്റ്റെപ്പ് വിഴുങ്ങി. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ? പറഞ്ഞു. എല്ലാരും ഉറങ്ങുവാണോ? കേട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഇനി ഒരു കാര്യം പറയാം. ലാസ്റ്റ് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താക്കാമോ? ലാസ്റ്റ് പറഞ്ഞത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ നോട്ടിൽ ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇടാം. ഓക്കെ, അത് അവര് ആക്ച്വലി അവർക്ക് ക്ലാസ്സിൽ ബോർഡിൽ പറഞ്ഞു കൊടുത്തു. അവർ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് വിഴുങ്ങി. വാട്ടർ കണ്ടന്റ് ഇതിങ്ങനെയാണ്, ഇത് മാസ് ഓഫ് വാട്ടർ, ഇവിടെ മാസ് ഓഫ് സോളിഡ് റീപ്ലേസ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു? ഇവിടെ റീപ്ലേസ് ചെയ്യാം, ആ രീതിയിൽ കാണിച്ചു കൊടുത്തു. അവർ അതുപോലെ ഡയറക്റ്റ് അങ്ങ് എഴുതി. അത്രേ ഉണ്ടായുള്ളൂ, അതാ പറ്റിയ. ഇനി ഇതിനകത്ത് ഒരു കണ്ടീഷൻ നമുക്ക് പറയാം. ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് എങ്കിൽ, ഓക്കെ, ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണല്ലോ S=1. അപ്പം S=1 ആവുന്ന സ്റ്റേജിൽ എന്താണ്? എയർ വോയിഡ്സ് ഒന്നും ഉണ്ടാവില്ല. ആ എയർ വോയിഡ്സും എന്താ ഫില്ല് ചെയ്യുക? വാട്ടർ ആണ് ഫില്ല് ചെയ്യണേ. അപ്പം അതുകൊണ്ട് NA വാല്യൂ, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഡ്രൈ ഡെൻസിറ്റി അറ്റ് 0 എയർ വോയിഡ്, അങ്ങനെയാണ് ഇതിനെ പറയാ. ഡ്രൈ ഡെൻസിറ്റി അറ്റ് 0 എയർ വോയിഡ്സ്, അത് കാണാനുള്ള ഇക്വേഷൻ ആണ് G ρ W / 1+W × G. W × Gക്ക് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? S × E എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്
പുറത്ത് മൊഡ്യൂളിൽ വരുന്നുണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഗ്രാഫും കാര്യങ്ങളും ഒക്കെ പ്രോബ്ലം ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഡ്രൈ ഡെൻസിറ്റി അറ്റ് 0 എയർ വോയിഡ്സ് NA = 0 എന്ന് പറഞ്ഞാൽ 0W/1 + W × G. എഴുതിയോ? ഓക്കെ. ഹലോ. ഇനി ഒരു 3 റിലേഷനും കൂടെ ഉണ്ട് ഇതുപോലെ. അത് നമ്മൾ എഴുതുന്നത് യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലാണ്. ലാസ്റ്റ് നമ്മൾ എഴുതിയ 4ാമത്തെ റിലേഷൻ. ഓക്കെ, 4ാമത്തെ ഈ ഇക്വേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈ വലിയ സാധനം, അതിന് റോയ്ക്ക് പകരം ഗാമ വരും. അതുപോലെ തന്നെ 5ാമത്തെ റിലേഷൻ റോയും റോ ഡിക്ക് പകരം ഗാമയും ഗാമ ഡിയും വരും. 6ാമത്തെ ഗാമ ഡിയും NAയും. ആ 3 ഇനി യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിൽ ലാസ്റ്റ് എഴുതിയ 4, 5, 6 ആ റിലേഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത് സെയിം തന്നെ. പക്ഷെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലാണ് എഴുതിയേക്കണേന്നേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കറക്ഷൻ ഇല്ലേ, അത് യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിൽ ഇവിടെ എഴുതിയാണ് കറക്റ്റ് ആണ്. W × WS/γW. WWനെ എന്ത് ചെയ്തു, വാട്ടർ കണ്ടന്റ് ടേംസിലേക്ക് ഇവിടെ മാറ്റി എഴുതിയത് അതേപോലെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ അപ്പുറത്തും ആക്കിയാൽ മതി. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ 3 റിലേഷനും സെയിം ആണ്. നമ്മളിപ്പോൾ 4, 5, 6 ആ 3 ചെയ്ത പോലെ തന്നെയാണ് ഈ 3 4ഉം ഈ പറയുന്ന ഇനി പറയാനുള്ള 3 ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ അത് നോക്കിയിട്ട് വരുമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സെയിം റിലേഷൻ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. യൂണിറ്റ് വെയിറ്റിന്റെ റോ വന്നെടുത്ത് ഗാമ ആയി എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം 8:30 ഓക്കെ, നിർത്താണ് തൽക്കാലം. ഇത്രയും റിലേഷൻസ് ഉണ്ട്. ഇനി ഈ ഒരു 3 റിലേഷനോടെ കഴിഞ്ഞാൽ ഈ റിലേഷൻസ്, ഇത്രയും റിലേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അത് മാസ് ഡെൻസിറ്റിയുടെ ടേംസിലും യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലും. ദെൻ ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് താഴേക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ 3 റിലേഷൻസും പറ്റുന്ന പോലെ നോക്കിയിട്ട് വരാം. ഞാൻ എന്തായാലും ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. ആ 4ഉം 5ഉം 6ഉം ചെയ്ത പോലെ തന്നെയാണ് ഈ താഴേക്കുള്ള 3 കൂടെ നോക്കിയിട്ട് വരാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഞാൻ എന്തായാലും ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. ദെൻ ഇതിന്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേക്കാമോ? ഒരു സെക്കൻഡ്.